എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വഴറ്റിയതാണ്. അതിൽ നമ്മൾ ഒരു അരക്കപ്പ് നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ പാനിലേക്ക് നെയ്യ് ചേർത്ത് അതിലേക്ക് നാളികേരവും ചേർത്ത് കൊടുത്തു. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. നന്നായി ഫ്രൈ ആക്കാൻ പാടില്ല. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി. ഒരു ബ്രൗൺ കളർ ആയി. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൽ നമ്മൾക്ക് ഈ നേന്ത്രപ്പഴം നന്നായി ഒരുവിധം ഫ്രൈ ആക്കി എടുക്കണം. നേന്ത്രപ്പഴം ഈ അളവിലാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത്ര വലിപ്പമെങ്കിലും വേണം നേന്ത്രപ്പഴം മുറിച്ച് വയ്ക്കാൻ. ഇത്ര വലിപ്പം വേണം നേന്ത്രപ്പഴം മുറിക്കുമ്പോൾ. ഇത് ഒരു 3 ആവറേജ് വലിപ്പമുള്ള നേന്ത്രപ്പഴമാണ്. ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇനി നമ്മൾ ഒരു 1.5 ശർക്കര, ഒരു ശർക്കരയും ഒരു പീസ് ശർക്കരയും എടുത്ത് പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. ഈ 1.5 പീസ് ശർക്കര വേണം നമ്മൾക്ക്, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ശർക്കര പാവ് ചേർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ആ നാളികേരവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അതിലേക്ക് നാളികേരവും കൂടി ചേർത്ത് കൊടുത്തു. ഇത് വളരെ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. അപ്പോഴാണ് ഇതിൻ്റെ മധുരമൊക്കെ നാളികേരത്തിലും കൂടെ പിടിക്കുകയുള്ളൂ. നന്നായി നാളികേരം ഫ്രൈ ചെയ്താൽ ഇതിന് നാളികേരത്തിന് സ്മൂത്ത് ഉണ്ടാവില്ല. ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല സ്മൂത്തിയാണ് ഇത് രണ്ടും കൂടെ കഴിക്കാനായിട്ട്. നല്ല സ്മൂത്തായിരിക്കും നാളികേരം. നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. അവരത് കഴിക്കും. എല്ലാവർക്കും ഇത് നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.